രാത്രി മുഴുവൻ പതിവിലിരട്ടി ഇറച്ചിയും മീനും സുഭിക്ഷമായി ഭക്ഷിച്ച് പകലൊന്നും ഭക്ഷിക്കാത്ത മുസ്ലിങ്ങളുടെ റംസാൻ നോമ്പ് ശുദ്ധ തട്ടിപ്പാണ്. സാധാരണ പകൽ ഭക്ഷിക്കുന്നതിലധികം ഭക്ഷണമാണ് റംസാനിൽ മുസ്ലിങ്ങൾ രാത്രി കഴിക്കുന്നത്. ഇങ്ങനെ വയറുമുട്ട രാത്രി മുഴുവൻ ഭക്ഷിച്ച ശേഷം പകൽ ഭക്ഷിച്ചില്ലെങ്കിലും ക്ഷീണവും വിശപ്പും കാണില്ല. മുസ്ലിങ്ങൾ റംസാൻ നോമ്പിന് ആത്മീയതയുമായി ബന്ധമില്ല. കോഴിക്കോട് ടൗണിൽ CP സുബ്രഹ്മണ്യന്റെയും ഉൽപ്പലാക്ഷിയുടെയും വീട്ടിൽ ഗ്രഹസന്നിധിയായി ഗുരുബാബ വസിക്കെ ഭക്തനായ RSSകാരൻ മോഹനന്റെ പ്രതികരണമാണ് മുന്നേ പറഞ്ഞത്. റംസാൻ മാസം തുടങ്ങുന്ന അമാവാസിക്ക് ജലപാനമില്ലാതെ ഉപവസിച്ച ശേഷം പ്രതിപദത്തിൽ ഗുരുബാബ പകർന്നു നൽകിയിരുന്ന തീർത്ഥപാർണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുബാബയുടെ വാവ് ഉപവാസമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും റംസാൻ നോമ്പ് ഏറ്റവും മോശമാണെന്നും മോഹനൻ പറഞ്ഞത്. തലേന്ന് അമാവാസി സന്ദേശത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉപവാസം റംസാൻ നോമ്പാണെന്ന് ഗുരുബാബ പ്രസ്താവിച്ചിരുന്നതിന് മറുപടിയായാണ് പാരണയ്ക്കിടയിൽ മോഹനൻ റംസാൻ നോമ്പിനെ വിമർശിച്ചത്. ഉപവാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം റംസാൻ നോമ്പാണെന്ന് ഗുരുബാബ വീണ്ടും വെളിപ്പെടുത്തിയെങ്കിലും അത് അംഗീകരിക്കാൻ മോഹനൻ തീരെ തയ്യാറായില്ല. എങ്കിൽ പിറ്റേന്ന് മുതൽ ആരംഭിക്കുന്ന റംസാൻ നോമ്പിന് മോഹനൻ തയ്യാറുണ്ടോ എന്ന് ഗുരുബാബ ചോദിച്ചു. മോഹനൻ വലിയ ആവേശത്തോടെ സമ്മതിച്ചു. എങ്കിൽ എക്കാരണത്താൽ റംസാൻ നോമ്പ് മുന്നേ നിർത്തണമെങ്കിലും ഗുരുബാബയുടെ അനുമതി വേണമെന്നും നിർദ്ദേശിച്ചു. 5-ാം നാൾ രാവിലെ മോഹനൻ വന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത് ഗുരുബാബയോട് മാപ്പിരുന്നു. റംസാൻ നോമ്പ് 1-ാം ദിവസം ക്ഷീണം തോന്നിയില്ലെന്ന് മാത്രമല്ല, റംസാൻ നോമ്പ് അറിവുകെട്ട മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യലാണെന്ന മനോഗതി മൂലം വലിയ ആവേശവും ഉത്സാഹവുമാണ് മോഹൻ അന്ന് തോന്നിയത്. 2-ാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേക ക്ഷീണം തോന്നി. 3-ാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വിശന്ന് തളർന്നു കിടന്നു. 4-ാം ദിവസം ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചതുപോലെ വല്ലാത്ത ഭയം പിടികൂടിയതിനാൽ സമീപത്തെ മുസ്ലിം പള്ളിയിൽ വാങ്കുവിളി വേഗം മുഴങ്ങണേയെന്ന് പകൽ 3 മണി മുതൽ പ്രാർത്ഥിച്ചു. മുസ്ലിങ്ങളുടെ ഈ റംസാൻ നോമ്പ് ഒരുതരം വല്ലാത്ത പൊല്ലാപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് റംസാൻ നോമ്പ് എളുപ്പമല്ലാത്തതിനാൽ മതിയാക്കാൻ അനുവദിക്കണമെന്ന മോഹനന്റെ അപേക്ഷ ഗുരുബാബ അനുവദിച്ചു. ഭൂമിയിലെ ഏറ്റവും ദരിദ്ര സമുദായമായിരുന്ന മുസ്ലിങ്ങൾ പ്രാരംഭം മുതൽ റംസാൻ നോമ്പ് അവിരാമം തുടർന്നതിനാലാണ് മുസ്ലിങ്ങളെ ദൈവം സമ്പന്നരാക്കിയത്. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലും റംസാൻ നോമ്പ് അനുഷ്ഠിച്ചു വന്ന അറബികൾ ഇതിനാൽ ഭൂമിയിലെ മികച്ച സമ്പന്നരായി മാറി. അന്നത്താൽ പിറക്കുന്നു, അന്നത്താൽ ജീവിക്കുന്നു, വിധിക്കപ്പെട്ട അന്നം ഭുജിച്ചു തീരുമ്പോൾ മരിക്കുന്നു. ഇതിനാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആധാരങ്ങളായ അന്നത്തിന്റെ ലംഘനമായ ഉപവാസം സംശുദ്ധ ആത്മീയതയുടെ ദ്വിതീയ അടിസ്ഥാന പാദമത്രേ. ജീവിച്ചിരിക്കെ ദൈവാനുഗ്രഹത്തിനും മരിച്ചാൽ സ്വർഗത്തിലെത്തി ദൈവത്തിൽ ലയിക്കാനും ഏക ഹൈന്ദവ വേദവിധി ഉപവാസം മാത്രവുമത്രേ. ഇതിനാൽ ഏതുവിധ പ്രശ്നപരിഹാരങ്ങൾക്കും ഹൈന്ദവ വേദപരിഹാര മാർഗം ഉപവാസമാണെന്ന സത്യം തിരിച്ചറിഞ്ഞാലും എന്നെങ്കിലും ഏതെങ്കിലും ഉപവാസം അനുഷ്ഠിക്കുന്നത് മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പുഴ വേനലിൽ വറ്റി വരളും പോലെ, നല്ല കാലത്ത് മാത്രം ഗുണവും ബാക്കി അത്രയും ദോഷവും നേരിടും പോലെ അത്രേ. ദോഷകാലത്തും കാലഗുണം അനുഭവിക്കണമെങ്കിൽ മഴവെള്ളം ഡാമിൽ ശേഖരിച്ച് ജലം വറ്റുന്ന മുറയ്ക്ക് ഡാമിൽ നിന്നും ജലം പുഴയിലേക്ക് തുറന്നുവിട്ട് വേനലിലും പുഴയിൽ ജലസമൃദ്ധിക്ക് കഴിയും പോലെ ഹൈന്ദവ വേദം വിധിച്ച തരത്തിലുള്ള ഉപവാസം അനുഷ്ഠിക്കണം. ക്രൈസ്തവ മത വിധിപ്രകാരം 51 നാളിലെയും 25 നാളിലെയും നൊയമ്പിനാൽ ക്രിസ്ത്യാനികൾ മുന്നേറുന്നു. ഇസ്ലാം മതവിധിപ്രകാരം 1 മാസം റംസാൻ നോമ്പിനാൽ മുസ്ലിങ്ങൾ മുന്നേറുന്നു. ഇതര സകല മതവേദങ്ങളെക്കാളും അത്യുജ്വലങ്ങളാണ് ഹൈന്ദവ വേദങ്ങളെന്ന് സ്ഥിരീകരിച്ചത് ഹിന്ദു വർഗീയവാദികളല്ല, അഹിന്ദുക്കളായ പാശ്ചാത്യ ഗവേഷകരത്രേ. അപ്പോൾ അഹിന്ദുക്കളെക്കാൾ സകല തരത്തിലും തലത്തിലും മുന്നേറേണ്ടത് ഹിന്ദുക്കളല്ലേ? ഹിന്ദുക്കളോളം വേദമികവില്ലാത്ത അഹിന്ദുക്കളോളം പോലും മുന്നേറുന്നതിന് വേദമികവേറിയ ഹിന്ദുക്കൾക്ക് കഴിയാത്തത് ഹിന്ദുക്കൾ ഹൈന്ദവ വേദവിധിപ്രകാരം നിശ്ചിത തിഥികളിലുള്ള ഉപവാസങ്ങൾ ഉപേക്ഷിച്ചതിനാലത്രേ. ധനവർദ്ധനവിനും സന്താന സൽഗതിക്കും ഋണമുക്തിക്കും ഒരേപോലെ ഹൈന്ദവ വേദ പരിഹാര വിധി ഏകാദശി വ്രതമാണ്. ജപ്പാനിലെ ഡോക്ടർ യോഷിനാരി ഒസുമിക്ക് 2016 നോബൽ സമ്മാനം ലഭിച്ചത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏകാദശി വ്രതം അടിസ്ഥാനമാക്കിയ ഗവേഷണത്തിനാണ്. ഏകാദശി വ്രതം മഹിമ ശാസ്ത്രീയമായി ഇതിനാൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ദശമിക്കും ദ്വാദശിക്കും 1 നേരം വീതം ഒറ്റ ഇനം അന്നമെന്ന ഒരിക്കലും ഏകാദശിക്ക് ജലപാനമില്ലാത്ത ഉപവാസവുമാണ് ഏകാദശി വ്രതത്തിന്റെ ഹൈന്ദവ വേദവിധി. എന്നാൽ ഇപ്പോൾ തന്ത്രിമാരും ദേവസ്വങ്ങളും പറയുന്ന പുത്തൻ പ്രമാണം അരിയാഹാരം ഒഴിവാക്കി ഭക്ഷിക്കലാണ് ഏകാദശി വ്രതമെന്നാണ്. അരിയാഹാരം ഒഴിവാക്കിയാൽ ഏകാദശി വ്രതമാകുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അരിയാഹാരം കഴിക്കാത്ത ഉത്തരേന്ത്യക്കാരും വിദേശികളും നിത്യ ഏകാദശി വ്രതക്കാരാകില്ലേ? ഹിന്ദുക്കളെ അധപ്പതിപ്പിക്കുന്നത് അഹിന്ദുക്കളോ യുക്തിവാദികളോ അല്ലെന്നും ക്ഷേത്രങ്ങളും വേദജ്ഞരുമാണെന്നും ഇവിടെ തെളിയുന്നു. ധർമ്മം കാൽഭാഗം നശിച്ച ത്രേതായുഗത്തിലും ധർമ്മം പകുതി നശിച്ച ദ്വാപരയുഗത്തിലും ഏകാദശി വ്രതം ഫലിച്ചിരുന്നു. എന്നാൽ ധർമ്മം 3/4 ഭാഗം നശിച്ച കലിയുഗത്തിൽ ഏകാദശി വ്രതത്തിന് ഫലം കുറവാണ്. എന്നാൽ കലിയുഗത്തിൽ ദൈവാനുഗ്രഹത്തിന് പ്രത്യക്ഷ ഫലം കിട്ടുന്ന ഉപവാസം വാവുകളിലെ ഉപവാസമായ അമാവാസി ഉപാസനയാണ്. ഇത് വേദകാല സമ്പ്രദായവുമാണ്. ഹിന്ദുവിലെ രക്ഷയ്ക്കായി തപസ്സിലൂടെ ഗുരുബാബ ഗ്രഹിച്ച അമാവാസി ഉപാസന അനുഷ്ഠിച്ചാണ് കാശ് എത്ര ചെലവിട്ടിട്ടും ക്ഷേത്ര വഴിപാടുകളാൽ രക്ഷ കിട്ടാത്ത ഭക്തർ അതിശയ രക്ഷ നേടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതേ യുവർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 120 മുതൽ 144 വരെയുള്ള എപ്പിസോഡുകൾ പഠിച്ചാൽ കാശ് എത്ര ചെലവിട്ടിട്ടും ക്ഷേത്ര വഴിപാടുകളാൽ രക്ഷ കിട്ടാതൊടുക്കം അമാവാസി ഉപാസന അനുഷ്ഠിച്ച് രക്ഷ നേടിയത് തിരിച്ചറിയാനാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന
ഈ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 147 എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.